ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുന്ന ഒരു 5.1 ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ താല്പര്യപ്രകാരം ആൾക്ക് വേണ്ടി ചെയ്തെടുത്തൊരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നമ്മൾ ചെയ്തിരിക്കുന്നത് മാറ്റ് ആൻഡ് ഗ്ലോസി ഷീറ്റിലാണ്. ഇതൊരു റിമോട്ട് കിറ്റ് ഉപയോഗിച്ചുള്ള ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ ഇതിലധികം കൺട്രോൾസോ കാര്യങ്ങളോ നമ്മൾ ഫ്രണ്ടിൽ വരില്ല. ഒരു റോട്ടറി എൻകോഡറും അതുപോലെ തന്നെ സബ് വൂഫർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു വോളിയം കൺട്രോൾ മാത്രമാണ് വരിക. പിന്നെ നെക്സ്റ്റ് എന്നുള്ള നമ്മുടെ ലാബിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പവർ ഓൺ സ്വിച്ച്. ഈ ഗ്ലോസി കട്ടിങ്ങിലാണ് നമ്മുടെ ഓഡിയോ ഇമീറ്ററും അതുപോലെ തന്നെ LCD ഡിസ്പ്ലേയും വരുന്നത്. കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് കാണിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളൊരു കോപ്പർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ വൈൻഡ് ചെയ്ത് മേടിച്ചതാണ്. നമ്മൾ റെഡിമെയ്ഡ് ട്രാൻസ്ഫോമേഴ്സ് നമ്മുടെ വർക്കിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറില്ല. പിന്നെ നോക്കുന്നത് അത്യാവശ്യം നീറ്റ്നെസ്സോടെ തന്നെയാണ് നമ്മൾ നമ്മുടെ വയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഒരു 6 ചാനൽ സ്പീക്കർ പൊട്ടനും അതുപോലെ തന്നെ ബിസ്മി ഓഡിയോസിൻ്റെ 4 ട്രാൻസിസ്റ്റർ BTL മോണോ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു റെക്ടിഫയർ സെക്ഷന് വേണ്ടി 50 വോൾട്ട് 10,000 MFT കപ്പാസിറ്ററും യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ ചാനൽ ബോർഡും ഫ്യൂടെക്കിൻ്റെയാണ് നമ്മൾ റിമോട്ട് കിറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഒതുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡിജിറ്റൽ ഇൻപുട്ടോ കാര്യങ്ങളോ നമ്മളിത് കൊടുത്തിട്ടില്ല. പക്ഷേ നമുക്കിതിൽ ഇനി വേണമെങ്കിൽ നമുക്കൊരു HDMI ARC ഫ്യൂടെക്കിൻ്റെ തന്നെ FT003 കിറ്റ് മെർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ആംപ്ലിഫയറിൻ്റെ കിറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് വരുമ്പോൾ ഓക്സ് ഇൻപുട്ടും അതുപോലെ തന്നെ ഒരു കൂളിംഗ് ഫാനുണ്ട്. സ്പീക്കർ ഔട്ട് എടുക്കാനും AC ഇൻപുട്ട് കൊടുക്കാനുള്ള സെക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ ഈ ആംപ്ലിഫയറിൽ നമുക്ക് 12 ഇഞ്ചിൻ്റെ സബ് വൂഫറും അതുപോലെ തന്നെ 8 ഇഞ്ച് വരെയുള്ള സ്പീക്കേഴ്സും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വർക്കിംഗ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ടൈറ്റിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.